കിഫ്ബി സംവിധാനം പൊളിച്ചെഴുതണമെന്നും ധവളപത്രം. കിഫ്ബിയുടെ രൂപീകരണത്തെ ധീരമായ നടപടിയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ കിഫ്ബിക്ക് ഇനി പ്രസക്തിയില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കിഫ്ബി വഴി സംസ്ഥാനത്തിനുണ്ടായ ബാധ്യത 56,000 കോടിയാണെന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. ധവളപത്രത്തിൽ കിഫ്ബി പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ഇപ്പോൾ തകരാറിലായിരിക്കുകയാണ്. അതിൻ്റെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വായ്പകളാണ്. നിലവിലെ രൂപത്തിൽ തുടരണമോ എന്നതിനപ്പുറം ബാധ്യതകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഘടന പൊളിച്ചെഴുതണം, നല്ല വശങ്ങൾ നിലനിർത്തണം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. കിഫ്ബിയുടെ രൂപീകരണത്തെ ധീരമായ നടപടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പദ്ധതികളുടെ പരിശോധന, സാങ്കേതിക മേൽനോട്ടം, ഡിജിറ്റൽ മാനേജ്മെന്റ്, ഗുണനിലവാര നിയന്ത്രണം എന്നിവയിൽ കിഫ്ബി മികച്ചതായിരുന്നു. പക്ഷേ ഇനി ഇങ്ങനെ തുടരേണ്ടതില്ലെന്നാണ് ധവളപത്രത്തിലെ ശുപാർശ. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിനകം അംഗീകരിച്ച പദ്ധതികളിൽ 35,000 കോടിയിലധികം ഇനിയും ചെലവിടാനുമുണ്ട്. അതായത് സംസ്ഥാനത്തിന് മുന്നിലുള്ള ആകെ ബാധ്യത കിഫ്ബി വഴി ഏകദേശം 56,000 കോടിയാണ്. കിഫ്ബിയുടെ വായ്പാ ചെലവ് 1 മുതൽ 1.5% വരെ കൂടുതലാണ്. സർക്കാർ നേരിട്ട് വായ്പയെടുക്കുന്നതാണ് ഇതിലും ലാഭം. കിഫ്ബി വായ്പകളെല്ലാം സർക്കാർ വായ്പകളായി മാറിക്കഴിഞ്ഞു. ബജറ്റിന് പുറത്ത് കടമെടുക്കുകയെന്ന ആശയത്തിന് ഇനി നിലനിൽപ്പില്ല. കിഫ്ബി പദ്ധതി അനുവദിച്ചതിൽ അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയ്ക്ക് 20%-ലധികം പദ്ധതി വിഹിതം ലഭിച്ചു. തിരുവനന്തപുരം, എറണാകുളം എന്നീ ജില്ലകൾ കൂടി ചേർത്താൽ ഏകദേശം പകുതി ഫണ്ടും 3 ജില്ലകളിലേക്ക് കേന്ദ്രീകരിച്ചു. റിപ്പോർട്ടിന്റെ മറ്റു ശുപാർശകൾ ഇങ്ങനെയാണ്: കിഫ്ബിയെ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ധനവകുപ്പിന്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം. CAGയുടെ ഓഡിറ്റ് നടത്തണം. കിഫ്ബിയുടെ ഭാവിയെക്കുറിച്ച് സർക്കാർ അടിയന്തര തീരുമാനമെടുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.